ഹിസ്റ്ററി ടിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ BA സെക്കൻഡ് സെമിസ്റ്ററിൻ്റെ ഒരു സബ്ജക്റ്റാണ് ട്രെൻഡ്സ് ഇൻ ഇന്ത്യൻ ഹിസ്റ്റോറിയോഗ്രാഫി എന്നത്. അതിൻ്റെ സെക്കൻഡ് മൊഡ്യൂളാണ് കൊളോണിയൽ ആൻഡ് നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി. The term colonial historiography has been used in two senses. One relates to the story of colonial countries, while the other refers to the work which were influenced by colonial ideology of domination. It is in the second sense that most historians today write about the colonial historiography. In fact, the practice of writing about the colonial countries by the colonial officials was related to the desire for domination and justification of the colonial rule. Therefore, in most such historical works, there was criticism of Indian society and culture. At the same time, there was praise for the Western culture and values and glorification of the individual who established the empire in India. The histories of India, written by James Mill, Mount Stuart Elphinstone, Vincent Smith, and many others, are pertinent examples of this trend. They established the colonial school of historiography, which denigrated the subject people. The basic idea embedded in the tradition colonial historiography was the paradigm of a background society's progression towards the pattern of modern European civil and political society under tutelage of imperial power. The guiding hand of the British administrators, education combined with the filtration to the lower orders of society, implantation of such institutions and as the British thought, Indians were fired for the protection of Pax Britannica from the threat of disorder nationalism posed among the subject people. These were the ingredients needed for slow progress India must make. Sometimes this agenda was presented as the civilizing of Britain. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി എന്ന പദം രണ്ട് അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. ഒന്ന് കൊളോണിയൽ രാജ്യങ്ങളുടെ കഥയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മറ്റൊന്ന് അധീശത്വത്തിൻ്റെ കൊളോണിയൽ പ്രത്യയശാസ്ത്രത്തിൽ സ്വാധീനിക്കപ്പെട്ട പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്. കൊളോണിയൽ ചരിത്രരചനയെക്കുറിച്ച് ഇന്ന് ഭൂരിഭാഗം ചരിത്രകാരന്മാരും എഴുതുന്നത് രണ്ടാം അർത്ഥത്തിലാണ്. അതായത് കൊളോണിയൽ ഉദ്യോഗസ്ഥർ കൊളോണിയൽ രാജ്യങ്ങളെക്കുറിച്ച് എഴുതുന്നത് കൊളോണിയൽ ഭരണത്തിൻ്റെ ആധിപത്യത്തിനും ന്യായീകരണത്തിനുമുള്ള ആഗ്രഹവുമായി ബന്ധപ്പെട്ടതാണ്. അതിനാൽ തന്നെ അത്തരം മിക്ക ചരിത്ര കൃതികളിലും ഇന്ത്യൻ സമൂഹത്തെയും സംസ്കാരത്തെയും വിമർശിച്ചുകൊണ്ടാണ് എഴുതിയിട്ടുള്ളത്. അതേസമയം ഇന്ത്യയിൽ സാമ്രാജ്യം സ്ഥാപിച്ച വ്യക്തിയുടെ പാശ്ചാത്യ സംസ്കാരത്തിനും മൂല്യങ്ങൾക്കും മഹത്വവൽക്കരണത്തിനും പ്രശംസയും ഉണ്ടായിരുന്നു. ജെയിംസ് മില്ലർ, മൗണ്ട് സ്റ്റുവർട്ട് എൽഫിൻസ്റ്റൺ, വിൻസെന്റ് സ്മിത്ത് തുടങ്ങിയ നിരവധി പേർ എഴുതിയ ഇന്ത്യയുടെ ചരിത്രങ്ങൾ ഈ പ്രവണതയുടെ പ്രസക്തമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. അധിനിവേശ ജനതയെ അപകീർത്തിപ്പെടുത്തുന്ന ചരിത്രരചനയുടെ കൊളോണിയൽ സ്കൂൾ അവർ സ്ഥാപിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തെ അപകീർത്തിപ്പെടുത്തുന്ന ചരിത്രരചനയുടെ കൊളോണിയൽ സ്കൂൾ അവർ സ്ഥാപിച്ചു. കൊളോണിയൽ ഹിസ്റ്റോറിയോഗ്രാഫി പാരമ്പര്യത്തിൽ ഉൾച്ചേർന്നിട്ടുള്ള അടിസ്ഥാന ആശയം സാമ്രാജ്യ ശക്തികളുടെ ശിക്ഷണത്തിൽ ആധുനിക യൂറോപ്യൻ സിവിൽ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ മാതൃകയിലേക്കുള്ള ഒരു പിന്നോക്ക സമൂഹത്തിൻ്റെ പുരോഗതിയുടെ മാതൃകയായിരുന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ മാർഗനിർദ്ദേശം, വിദ്യാഭ്യാസം, ഫിൽട്രേഷൻ എന്നതിനൊപ്പം സമൂഹത്തിലെ താഴെ തട്ടിലുള്ളവരിലേക്ക് ബ്രിട്ടീഷുകാർ കരുതിയിരുന്ന സ്ഥാപനങ്ങളും നിയമങ്ങളും സ്ഥാപിക്കുക, ഇന്ത്യക്കാർക്കിടയിൽ ഉയർന്നു വരുന്ന ക്രമരഹിതമായ ദേശീയതയുടെ ഭീഷണിയിൽ നിന്ന് ബ്രിട്ടനെ മോചിപ്പിക്കുക എന്നീ ഉദ്ദേശത്തോടു കൂടിയുള്ള ചരിത്രരചനയായിരുന്നു അവർ നടത്തിയിരുന്നത്. ഇന്ത്യ സാവധാനം പുരോഗതി കൈവരിക്കുന്നതിന് ആവശ്യമായ ചേരുവകൾ ഇവരതിൽ ചേർത്തിരുന്നു. എന്നാൽ ഇതെല്ലാം ബ്രിട്ടൻ്റെ നാഗരിക ദൗത്യം എന്നുള്ളതായിരുന്നു ഈ ഒരു ചരിത്രരചനയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം. An Orientalist representation of India was common, promoting the idea of the superiority of modern Western civilization. This is the term recently brought into the prominence by Edward Said and others, but the Indian nationalist intelligence had identified and criticized this trend in British writings. From James Mill onwards, it was the products of British colonialism in India. In modern Indian history, the school or tradition of history writings which was influential in the
late 19th and 20th centuries, many intellectual influences coexisted in this tradition. The Indologists and Orientalists were the real force behind the development of such inquiry. The main theme of their historical writings were better criticism of all Indian things and an uncritical justification of all British rules. They believed that the people of India could only be changed progressively through the Christianity and missionary education, thus stressed on the conversion of Indians to Christianity. ആധുനിക പാശ്ചാത്യ നാഗരികതയുടെ ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള ആശയം പ്രോത്സാഹിപ്പിക്കുന്ന ഇന്ത്യയുടെ ഒരു ഓറിയന്റലിസ്റ്റ് പ്രാതിനിധ്യം അക്കാലത്ത് സാധാരണമായിരുന്നു. മറ്റുള്ളവരും ഈയിടെ ഈ ഒരു പദമായിരുന്നു പ്രചരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇന്ത്യൻ ദേശീയ ബുദ്ധിജീവികൾ ബ്രിട്ടീഷ് രചനകളിൽ ഈ പ്രവണതയെ തിരിച്ചറിയുകയും അതിനെ ശക്തമായിട്ട് വിമർശിക്കുകയും ചെയ്തു. പ്രത്യേകിച്ചും ജെയിംസ് മില്ലിൻ്റെ രചനകളിൽ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ഉൽപ്പന്നമായിരുന്നു അത്. ആധുനിക ഇന്ത്യൻ ചരിത്രത്തിൽ 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 20ാം നൂറ്റാണ്ടിലും സ്വാധീനം ചെലുത്തിയ ചരിത്ര രചനയുടെ സ്കൂൾ അല്ലെങ്കിൽ പാരമ്പര്യം, ഈ പാരമ്പര്യത്തിൽ ഭൗതിക സ്വാധീനങ്ങൾ നിലനിന്നിരുന്നു. ഇൻഡോളജിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളുമാണ് ഇത്തരം അന്വേഷണത്തിൻ്റെ വികസനത്തിന് പിന്നാലെ യഥാർത്ഥ ശക്തികളായിട്ട് പ്രവർത്തിച്ചത്. അവരുടെ ചരിത്രരചനയുടെ പ്രധാനപ്പെട്ട വിഷയം എല്ലാ ഇന്ത്യൻ കാര്യങ്ങളെയും മികച്ച രീതിയിൽ വിമർശിക്കുകയും എല്ലാ ബ്രിട്ടീഷ് നിയമങ്ങളെയും വിമർശനരഹിതമായ ന്യായീകരണവുമായിരുന്നു. ക്രിസ്തുമതത്തിലൂടെയും മിഷണറി വിദ്യാഭ്യാസത്തിലൂടെയും മാത്രമേ ഇന്ത്യയിലെ ജനങ്ങളെ പുരോഗമനപരമായി മാറ്റാൻ കഴിയൂ എന്ന് അവർ വിശ്വസിച്ചു. ക്രിസ്ത്യാനിറ്റിയിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ഊന്നൽ. ഇനി എന്താണ് ഇൻഡോളജി എന്ന് പറഞ്ഞാൽ? The word Indology was coined by the British. In general, Indology is the study of Indian culture. It comprises so many disciplines of knowledge. This branch of knowledge, deeply rooted in India's past, history, archaeology, philosophy, literature and linguistics, are included in the vast area of Indology. Indology took from the 18th century, which is closely related to the invention of Sanskrit by Western scholars. European school pioneered Indology in 18th century and comprised mostly of German and British scholars. The American Indology emerged, challenging colonialism and gave more emphasis to regional language. In short, Indology is the study of India. Indology includes the study of Sanskrit literature and Hinduism, along with the other Indian religions, Jainism, Buddhism, Sikhism and Pali language. Indological perspectives claims to understand Indian society through the concepts, theories and frameworks that are closely attached to the Indian civilization. Indology എന്ന വാക്ക് ബ്രിട്ടീഷുകാരാണ് ഉപയോഗിച്ചത്. പൊതുവെ ഇൻഡോളജി എന്നത് ഇന്ത്യൻ സംസ്കാരത്തെക്കുറിച്ചുള്ള പഠനമാണ്. അത് അറിവിൻ്റെ നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. പാശ്ചാത്യ പണ്ഡിതന്മാർ സംസ്കൃതം പഠിച്ചത്, സംസ്കൃതം മനസ്സിലാക്കിയതുമായിട്ട് ഈ ഒരു ശാഖയ്ക്ക് നല്ല ബന്ധമുണ്ട്. 18ാം നൂറ്റാണ്ടിൽ യൂറോപ്യൻ സ്കൂൾ ഇൻഡോളജിക്ക് തുടക്കമിട്ടു. ഭൂരിഭാഗം ജർമ്മൻ, ബ്രിട്ടീഷ് പണ്ഡിതന്മാരും ഉൾപ്പെടുന്നതായിരുന്നു ഈ ഒരു സ്കൂള്. അമേരിക്കൻ ഇൻഡോളജി വെല്ലുവിളിയായി ഉയർന്നു വന്നു. ചുരുക്കത്തിൽ ഇൻഡോളജി എന്നത് ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ്. ഇതിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു? സംസ്കൃത സാഹിത്യം, ഹിന്ദുമതം എന്നിവയെക്കുറിച്ചുള്ള പഠനവും ഉൾച്ചേരുന്നു. മതങ്ങൾ, പ്രധാനപ്പെട്ട മതങ്ങളായിട്ടുള്ള ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, അതുപോലെ പാലി ഭാഷ എന്നിവയെല്ലാം ഇൻഡോളജിയിൽ ഉൾക്കൊള്ളുന്നു. സങ്കല്പങ്ങളിലൂടെയും സിദ്ധാന്തങ്ങളിലൂടെയും ചട്ടക്കൂടുകളിലൂടെയും ഇന്ത്യൻ സമൂഹത്തെ മനസ്സിലാക്കുക എന്നുള്ളതായിരുന്നു ഇൻഡോളജിക്കൽ പെർസ്പെക്റ്റീവ്സ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഏഷ്യാറ്റിക് സൊസൈറ്റിയെക്കുറിച്ചാണ്. സർ വില്യം ജോൺസ് ഫൗണ്ടഡ് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഇൻ 1784 at Calcutta. His aim was to start a center for Asian studies, including almost everything concerning man and nature within the geographical limits of the continent. The Asiatic Society realized the field of research in a wide dimension. It includes manuscript collection, libraries, museums, and various research publications. The notable point is that Asiatic Society consists of a huge collection of illustrated manuscripts of different representatives. Asiatic Society is a unique institution having served as a fountainhead of
all literary and scientific activities. It was visualized as a center for Asian studies, including everything concerning man and nature within the geographical limits of the continent. The Library of the Asiatic Society has a huge collection of many books and journals of all major languages of world. It also has a collection of large number of maps, microfeatures, microfilms, paintings, pamphlets and photographs. സർ വില്യം ജോൺസ് 1784 കൊൽക്കട്ടയിൽ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിച്ചു. ഭൂഖണ്ഡത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിൽ മനുഷ്യനെയും പ്രകൃതിയെയും സംബന്ധിക്കുന്ന മിക്കവാറും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഏഷ്യാറ്റിക് പഠനത്തിനായി ഒരു കേന്ദ്രം ആരംഭിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഏഷ്യാറ്റിക് സൊസൈറ്റി ഗവേഷണ മേഖലയെ വിശാലമായ തരത്തിൽ തിരിച്ചറിഞ്ഞു. കയ്യെഴുത്ത് പ്രതി ശേഖരണം, ലൈബ്രറികൾ, മ്യൂസിയങ്ങൾ, വിവിധ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ വിവിധ പ്രതിനിധികൾ ചിത്രീകരിച്ച കയ്യെഴുത്ത് പ്രതികളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എല്ലാ സാഹിത്യശാസ്ത്ര പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാന തലവനായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഇത് ഏഷ്യാറ്റിക് സൊസൈറ്റി. ഭൂഖണ്ഡത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പരിധിക്കുള്ളിൽ മനുഷ്യനെയും പ്രകൃതിയെയും സംബന്ധിക്കുന്ന എല്ലാം ഉൾപ്പെടെ ഏഷ്യൻ പഠനങ്ങളുടെ കേന്ദ്രമായിട്ട് ഇത് പ്രവർത്തിച്ചു. ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ലൈബ്രറിയിൽ ലോകത്തിലെ എല്ലാ പ്രധാന ഭാഷകളിലെയും നിരവധി പുസ്തകങ്ങളുടെയും ജേണലുകളുടെയും ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഇതിന് ധാരാളം ഭൂപടങ്ങൾ, മൈക്രോഫിഷനുകൾ, മൈക്രോഫിലിമുകൾ, പെയിൻറ്റുകൾ, ലഘുലേഖകൾ എന്നിവയുടെ എല്ലാം ശേഖരമുണ്ടായിരുന്നു. The Museum of the Asiatic Society was established in 1814 by N. Wallich. It has transferred most of its collections to Indian Museum of Calcutta. The main purpose of the Asiatic Society was to collect the old Sanskrit manuscript. The central point is that William Jones gave transformation to Abhignana Shakuntalam. Similarly, translation of Hitopadesha of Vishnu Sharman, publication of Ritu Samhara of Kalidasa, which was the first Sanskrit text in print, the translation of Gita Govinda of Jayadeva are the contribution of William Jones. 1814 എൻ വാലിച്ചാണ് ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ മ്യൂസിയം സ്ഥാപിച്ചത്. ഇന്ത്യൻ മ്യൂസിയം ഓഫ് കൽക്കട്ടയിലേക്കുള്ള അതിൻ്റെ ശേഖരങ്ങൾ കൈമാറി. ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ പ്രധാന ലക്ഷ്യം പഴയ സംസ്കൃത കയ്യെഴുത്തു പ്രതി ശേഖരിക്കുക എന്നതായിരുന്നു. വിഷ്ണു ശർമ്മൻ്റെ ഹീതോപദേശത്തിൻ്റെ വിവർത്തനം, അതുപോലെ കാളിദാസൻ്റെ ഋതുസംഹാര പ്രസിദ്ധീകരണം, അച്ചടിയിലെ ആദ്യത്തെ സംസ്കൃത ഗ്രന്ഥമായ അഭിജ്ഞാന ശാകുന്തളം, ജയദേവൻ്റെ ഗീതാഗോവിന്ദത്തിൻ്റെ വിവർത്തനം എന്നിവയെല്ലാം വില്യം ജോൺസിൻ്റെ സംഭാവനകളാണ് എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. ഇനി വില്യം ജോൺസിനെ കുറിച്ച് നോക്കാം. വില്യം ജോൺസ് വാസ് ബോൺ ഇൻ ലണ്ടൻ. ആംഗ്ലോ വെൽഷ് philologist, especially known for his proposition of existence of relationship among European and Indian languages, which would be known as Indo-European. Jones was the first to propose a racial division of India involving an Aryan invasion, but at that time there was sufficient evidence to support it. Jones was the initiator of Hyde's notebooks. During his term on the bench of the Supreme Court of Judicature, Sir William Jones was distinguished scholar of Oriental languages and poet. In his youth, Jones practiced his language skill in translation. His interest in the Orient was also aroused by his French tutor, Madame Foucus de Vaisselet. The notebooks are the peculiar primary source of information for the life in 18th century. John was the first Westerner who studied Indian classical music and the first person who attempted to classify Indian plants and animals. വില്യം ജോൺസ് ലണ്ടനിലാണ് ജനിച്ചത്. അദ്ദേഹം ഒരു ആംഗ്ലോ വെൽഷ് ഭാഷാശാസ്ത്രജ്ഞനായിരുന്നു. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ യൂറോപ്യൻ ഇന്ത്യൻ ഭാഷകൾ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനത്തിലൂടെയായിരുന്നു. അദ്ദേഹത്തെ ഇൻഡോ യൂറോപ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ജോൺസ് ആണ് ഇന്ത്യയുടെ വംശീയ വിഭജനം ആദ്യമായിട്ട് നിർദ്ദേശിച്ചത്. ആര്യൻ അധിനിവേശം എന്നാൽ അക്കാലത്ത് അതിനെ പിന്തുണയ്ക്കാൻ മതിയായ തെളിവുകളുണ്ടായിരുന്നു. ഹെഡ് നോട്ട് പുസ്തകങ്ങൾ ആര്യൻ ഇൻവേഷനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന് അതിന് വേണ്ട തക്കതായ തെളിവുകളും ഉണ്ടായിരുന്നു.
അദ്ദേഹത്തിൻ്റെ ഹെഡ് നോട്ട് പുസ്തകങ്ങൾ അക്കാലത്തെ ഇന്ത്യയുടെ സുപ്രീം കോടതിയുടെ ബെഞ്ചിനെക്കുറിച്ചും ഒക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പൗരസ്ത്യ ഭാഷകളിലും പണ്ഡിതനായിരുന്നു. അതേസമയം അദ്ദേഹം ഒരു കവിയും കൂടിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ പൗരസ്ത്യ ഭാഷകളിലും അദ്ദേഹം പരിശീലനം നേടി. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ അദ്ദേഹം വിവിധ ഭാഷകൾ പഠിക്കുകയും അതിൻ്റെ ട്രാൻസ്ലേഷൻ അദ്ദേഹം മനസ്സിലാക്കിയെടുക്കുകയും ചെയ്തു. ഓറിയൻ്റലിസത്തിലുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യം ഫ്രഞ്ച് അധ്യാപികയായ ഫാക്യൂസ് ഡി വേസ്ലെസും നമുക്ക് വിവരങ്ങൾ നൽകുന്നു. 18-ാം നൂറ്റാണ്ടിലെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളുടെ പ്രത്യേക ഉറവിടമാണ് നോട്ട് പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ നോട്ട് പുസ്തകങ്ങൾ. ഇന്ത്യൻ ശാസ്ത്രീയ സംഗീതം പഠിച്ച പാശ്ചാത്യനും ഇന്ത്യൻ സസ്യങ്ങളെയും മൃഗങ്ങളെയും തരംതിരിക്കാൻ ശ്രമിച്ച ആദ്യത്തെ വ്യക്തിയും വില്യം ജോൺസ് ആയിരുന്നു. ഇനി മാക്സ് മുള്ളറെ കുറിച്ച് നോക്കാം. ഹി വാസ് എ ജർമ്മൻ ബോൺ ഫിലോളജിസ്റ്റ് ആൻഡ് ഓറിയൻ്റലിസ്റ്റ്. ഹി സ്പെൻഡ് മോസ്റ്റ് ഓഫ് ഹിസ് ലൈഫ് ഇൻ ബ്രിട്ടൻ. ഹി വാസ് put forward the idea of Indian studies and discipline of study of religion. Max Muller strongly advocated for the necessary of reforms in Hinduism in order to propagate views of Christianity. He was one of the founders of Western academic field of Indian studies, and both scholarly and popular works on the subjects of Muller's connection with the Sanskritists based the Oxford University led to career in Britain, where he eventually became the leading intellectual commentator on the culture of India. Muller's view on religion were shaped by German idealism and the comparative study of language. Muller's account of that process was largely lexicographical. Max Muller was a champion in the field of Vedic studies. In 1868, the University of Oxford created a new chair of comparative philosophy, and Muller became its first occupant. Max Muller strongly stated that the need for reforms in Hinduism in order to impose views of Christianity on Hinduism. The most important point is that Indologist Max Muller, however, notes that if religio means regionally attention, regard, reverence, it is quite clearly that it did not continue long to retain that simple meanings. According to Max Muller, the Latin root religion was more and more exclusively applied to the inward feeling of reverence of the gods and to the outward manifestation of the reverence in worship and sacrifice. ജർമ്മനിയിൽ ജനിച്ച ഭാഷാശാസ്ത്രജ്ഞനും ഓറിയൻ്റലിസ്റ്റുമായിരുന്ന അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ബ്രിട്ടനിൽ ചെലവഴിച്ചു. ഇന്ത്യൻ പഠനങ്ങൾ എന്ന ആശയവും മതപഠനത്തിൻ്റെ അച്ചടക്കവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. ക്രിസ്തുമതത്തിൻ്റെ വീക്ഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ഹിന്ദുമതത്തിൽ പരിഷ്കാരങ്ങൾ അനിവാര്യമാണെന്ന് അദ്ദേഹം ശക്തമായി വാദിച്ചു. ഇന്ത്യൻ പഠനത്തിൻ്റെ പാശ്ചാത്യ അക്കാദമിക് മേഖലയുടെ സ്ഥാപകരിൽ ഒരാളായ അദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ആസ്ഥാനമായിരുന്ന സംസ്കൃത പണ്ഡിതന്മാരുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം പണ്ഡിതോചിതവും ജനപ്രിയവുമായ കൃതികൾ എഴുതാൻ അദ്ദേഹത്തിന് സഹായിച്ചു. അവിടെ അദ്ദേഹം ഒടുവിൽ സംസ്കാരത്തെക്കുറിച്ചുള്ള പ്രമുഖ ബൗദ്ധിക നിരൂപകനായി. മതത്തെക്കുറിച്ചുള്ള മുള്ളറുടെ കാഴ്ചപ്പാട് ജർമ്മൻ ആശയവാദവും ഭാഷയുടെ താരതമ്യ പഠനവുമാണ് രൂപപ്പെടുത്തിയത്. ആ പ്രക്രിയയെക്കുറിച്ചുള്ള മുള്ളറുടെ വിവരണം ഏറെക്കുറെ നിഘണ്ടു ശാസ്ത്രപരമായിരുന്നു. മാക്സ് മുള്ളർ വേദപഠന രംഗത്ത് ചാമ്പ്യനായിരുന്നു. 1868 ഓക്സ്ഫോർഡ് സർവകലാശാല ഒരു പുതിയ ഫിലോളജി അഥവാ ഭാഷാശാസ്ത്രം സൃഷ്ടിച്ചു. മുള്ളർ അതിൻ്റെ ആദ്യത്തെ വക്താവായിട്ട് മാറി. ക്രിസ്തുമതത്തിലെ വീക്ഷണങ്ങളെ
ഹിന്ദുമതത്തിൽ ഇമ്പോസ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് അദ്ദേഹം എഴുതി. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡോളജിസ്റ്റ് മാക്സ് മുള്ളർ കുറിക്കുന്നു, മതം എന്നത് യഥാർത്ഥത്തിൽ ശ്രദ്ധ, ബഹുമാനം എന്നിവയാണെങ്കിൽ ആ ലളിതമായ അർത്ഥം നിലനിർത്താൻ അത് അധികകാലം തുടർന്നില്ല എന്നത് വളരെ വ്യക്തമാണ്. മാക്സ് മുള്ളർ പറയുന്നതനുസരിച്ച് മതം എന്നതിൻ്റെ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ദൈവങ്ങളെ ബഹുമാനിക്കുന്നതിൻ്റെ ആന്തരിക വികാരത്തിനും ആരാധനയിലും ത്യാഗത്തിലുമുള്ള പ്രാധാന്യമാണ് എന്നുള്ളതാണ്. മാക്സ് മുള്ളർ made intensive study of many cultures around the world, especially India. According to Max Muller, religion is something which has passed and still passing through a historical evolution, and all we can do is to follow it up to its origin and then try to comprehend its later historical developments. He argues that what religion was in ancient times today would have been only called law. മാക്സ് മുള്ളർ ലോകമെമ്പാടുമുള്ള പല സംസ്കാരങ്ങളെയും കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയെക്കുറിച്ച് തീവ്രമായ പഠനം നടത്തി. മാക്സ് മുള്ളർ പറയുന്നതനുസരിച്ച് മതം എന്നത് ചരിത്രപരമായ ഒരു പരിണാമത്തിലൂടെ കടന്നുപോയതും ഇപ്പോഴും കടന്നു പോകുന്നതുമായിട്ടുള്ള ഒന്നാണ്. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ഉത്ഭവം വരെ അതിനെ പിന്തുടരുകയും പിന്നെ അതിൻ്റെ ചരിത്രപരമായ സംഭവ വികാസങ്ങളിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയുമാണ്. ഇപ്പോൾ പുരാതന കാലത്ത് മതം എന്തായിരുന്നുവോ അത് ഇന്ന് നിയമം എന്ന് വിളിക്കപ്പെടുമായിരുന്നുവെന്ന് അദ്ദേഹം വാദിക്കുന്നുണ്ട്. ഇനി നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫിയാണ് നമുക്ക് പറയാനുള്ളത്. നാഷണലിസ്റ്റ് ഹിസ്റ്റോറിയോഗ്രാഫി മീൻസ് ദാറ്റ് ദ ഹിസ്റ്റോറിക്കൽ റൈറ്റിംഗ്സ് പ്രൊഡ്യൂസ്ഡ് ഓർ റീപ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇന്ത്യൻ ഹിസ്റ്റോറിയൻസ് ഹൈലൈറ്റ് ദ ഇന്ത്യൻ ഹിസ്റ്ററി from a national point of view. The national point of view represents the national culture and tradition. Every nation had its own culture and traditions, and every nation wants to spread it. It can only be possible through literature. History is a part and parcel of literature. Therefore, what history is written by a nation represents its culture and traditions. That is called a nationalist historiography. Nationalist approach played a vital role in Indian historiography since the second half of 19th century. Indian nationalist historians tried to prove their falsity of colonial historical narrative on the basis of analysis of existing historical narrative, historical source, and also they were raised as political weapon to eliminate foreign rule in India. Ideological studies were regarded as a binding factor of Indian people and their sentiments. National pride played a big role in providing inspiration to common people, and historical consciousness began to grow steadily as never before. The 19th century British and nationalist approach in historiography. An important element in this approach was an effort to restore the national self-esteem and glorification of India's past. Another element was the propagation of economic nationalism through the depiction of ruinous economic consequences of British rule in India. The most important of all, nationalist historiography tried to rediscover India for the modern Indian mind and promote political integration and anti-imperial sentiments to further the cause of nation building in India. The nationalists contend with not only the earlier imperialist bias in historiography but also a communal interpretation of history that began to gain influence from the early decades of the century. Nationalist historiography എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ചരിത്രകാരന്മാർ നിർമ്മിച്ചതോ പുനർനിർമ്മിച്ചതോ ആയിട്ടുള്ള ചരിത്രരചനകൾ ദേശീയ വീക്ഷണകോണിൽ നിന്നുകൊണ്ട് എഴുതിയതാണിത്. ദേശീയ ചരിത്രരചന എന്ന് പറഞ്ഞാൽ ദേശീയ കാഴ്ചപ്പാട് ദേശീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ സംസ്കാരവും പാരമ്പര്യവും ഉണ്ടായിരുന്നു. എല്ലാ രാജ്യങ്ങളും അത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അപ്പോൾ സാഹിത്യത്തിലൂടെ മാത്രമേ അത് നമുക്ക് സാധിക്കുകയുള്ളൂ. ചരിത്രം സാഹിത്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അതിനാൽ ഒരു രാഷ്ട്രം എഴുതിയ ചരിത്രം അതിൻ്റെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ദേശീയ ചരിത്രരചന എന്ന് പറയുക. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ ഇന്ത്യൻ ചരിത്രരചനയിൽ ദേശീയവാദ സമീപനം കടന്നു വന്നു. ഇന്ത്യൻ ദേശീയവാദ ചരിത്രകാരന്മാർ നിലവിലുള്ള ചരിത്ര സ്രോതസ്സുകളുടെ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൊളോണിയൽ ചരിത്ര വിവരണത്തിൻ്റെ തെറ്റായ വശങ്ങളെ വിമർശിച്ചു.
കൂടാതെ ഇന്ത്യയിലെ വിദേശ ഭരണം ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് അതിനെ അവർ ഉപയോഗിച്ചു. പ്രത്യയശാസ്ത്ര പഠനങ്ങൾ ഇന്ത്യൻ ജനതയെ ബന്ധിപ്പിക്കുന്ന ഘടകമായിട്ട് കണക്കാക്കുകയും അവരുടെ വികാരങ്ങൾ സാധാരണക്കാർക്ക് പ്രചോദനം നൽകുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്തു. ചരിത്രബോധം മുമ്പെങ്ങുമില്ലാത്ത വിധം ക്രമാനുഗതമായിട്ട് വളർന്നു വരാൻ തുടങ്ങി. 19ാം നൂറ്റാണ്ടിലെ ബ്രിട്ടീഷ് ചരിത്രകാരന്മാർക്കെതിരെ ഒരു ദേശീയപരമായിട്ടുള്ള പ്രതികരണം നൽകാൻ ഇവർക്ക് സാധിച്ചു. ഈ പ്രതികരണം ചരിത്രരചനയിലെ ദേശീയവാദ സമീപനത്തിൻ്റെ രൂപത്തിലായിരുന്നു വളർന്നു വന്നത്. ഈ സമീപനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറഞ്ഞാൽ ദേശീയ ആത്മാഭിമാനവും ഇന്ത്യയുടെ ഭൂതകാലത്തിൻ്റെ മഹത്വവൽക്കരണവും പുനഃസ്ഥാപിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ നികൃഷ്ടമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങളുടെ ചിത്രീകരണത്തിലൂടെ സാമ്പത്തിക ദേശീയവാദത്തിൻ്റെ പ്രചാരണം നടന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ദേശീയവാദ ചരിത്രരചന ആധുനിക ഇന്ത്യൻ മനസ്സിന് വേണ്ടി ഇന്ത്യയെ വീണ്ടും കണ്ടെത്താനും രാഷ്ട്രീയ ഏകീകരണവും സാമ്രാജ്യ വിരുദ്ധ വികാരങ്ങളും പ്രോത്സാഹിപ്പിക്കാനും ശ്രമിച്ചു. ഇപ്പോൾ ചരിത്രരചനയിലെ മുൻകാല സാമ്രാജ്യത്വ പക്ഷപാതം മാത്രമല്ല, നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ നിന്ന് സ്വാധീനം ചെലുത്താൻ ചരിത്രത്തിൻ്റെ സാമുദായിക വ്യാഖ്യാനവുമായിട്ട് ദേശീയവാദി നിരന്തരം പോരാടിക്കൊണ്ടിരുന്നു. Nationalist historiography played an important role in providing an ideological basis of freedom struggle and in analyzing the economic consequences of imperialism. The focus of nationalist attention was on external, that is, imperialist exploitation of India, not so such the internal exploitation and consequent class conflict within Indian society. Greater concentration on later aspects was the consequence of influence of Marxist approach, an influence increasingly evident from 1940s. The phrases nationalist school and nationalist history can only be understood in the background of the colonial domination and colonial historiography. The nationalist historiography has certain defects too, that is, some methodological defects, some chauvinist approach on caste, cultural and social bias, emotion and sentiment assured the place of reason, balance, perspectives and objectivity all become a causality. They also fail and ignored certain aspects and issues like tribes, women, downtrodden people, marginalized societies, etc. Some sensational account brought a sort of communal identities. It glorified Indian past and culture and events instead of making critical analysis. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ നൽകുന്നതിനും സാമ്രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വിശകലനം ചെയ്യുന്നതിനും ദേശീയവാദ ചരിത്രരചന ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ഇന്ത്യയുടെ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇന്ത്യയുടെ സാമ്രാജ്യത്വ ചൂഷണമാണ് ഇത് ബ്രിട്ടീഷുകാർ നടത്തുന്നത്. അത് ആന്തരികമായല്ല, വർഗ ചൂഷണവും തുടർന്നുള്ള ഇന്ത്യൻ സമൂഹങ്ങൾക്കുള്ളിലെ വർഗ സംഘർഷവുമാണ്. അപ്പോൾ മാർക്സിസ്റ്റ് സമീപനത്തിൻ്റെ സ്വാധീനത്തിൻ്റെ അനന്തരഫലമാണ് പിന്നീടുള്ള മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത്. 1940കളിൽ നിന്നുള്ള സ്വാധീനം കൂടുതലായി പ്രകടമാണ്. അതായത് കൊളോണിയൽ ആധിപത്യത്തിൻ്റെയും കൊളോണിയൽ ചരിത്രരചനയുടെയും പശ്ചാത്തലത്തിൽ മാത്രമേ ദേശീയവാദ വിദ്യാലയം, ദേശീയ ചരിത്രം എന്നീ വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ദേശീയവാദ ചരിത്രരചനയ്ക്കും ചില പോരായ്മകളുണ്ട്. അതായത് ചില രീതിശാസ്ത്രപരമായ വൈകല്യങ്ങൾ നിലവിലുണ്ട്. ജാതി, സാംസ്കാരിക, സാമൂഹിക പക്ഷപാതങ്ങളെക്കുറിച്ചുള്ള ഒരു ഷോവനിസ്റ്റ് സമീപനം വികാരത്തിൻ്റെയും യുക്തിയുടെയും സന്തുലിതാവസ്ഥയുടെയും വീക്ഷണത്തിൻ്റെയും വസ്തുനിഷ്ഠതയുടെയും സ്ഥാനം കവർന്നെടുക്കുകയാണ് ചെയ്തത്. എല്ലാം ഒരു കാരണമായിട്ട് മാറുകയാണ് ചെയ്തത്. ഗോത്രങ്ങൾ, സ്ത്രീകൾ, അധസ്ഥിതരായിട്ടുള്ള ആളുകൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങൾ തുടങ്ങിയ ചില വശങ്ങളും പ്രശ്നങ്ങളും അവർ അവഗണിക്കുകയും ചില വശങ്ങളെയും പ്രശ്നങ്ങളെയും അവർ അവഗണിക്കുകയും ചെയ്തിട്ടുണ്ട്. വിമർശനാത്മക വിശകലനത്തിന് പകരം ദേശീയവാദ ചരിത്രകാരന്മാർ ഇന്ത്യൻ ഭൂതകാലത്തെയും സംസ്കാരത്തെയും സംഭവങ്ങളെയും മഹത്വപ്പെടുത്തുകയാണ് ചെയ്തത്. ഇനി വിൻസെൻ്റ് എർതർ സ്മിത്തിനെ കുറിച്ചാണ്. വിൻസെൻ്റ് എർതർ സ്മിത്ത് വാസ് ആൻ ഐറിഷ് ഇൻഡോളജിസ്റ്റ് ആൻഡ് ആർട്ട് ഹിസ്റ്റോറിയൻ. He was born in Dublin on 3rd June 1848, which was then part of the United Kingdom of Great Britain and Ireland. He passed the Indian Civil Service exam 1871 and was appointed to what would become the United Provinces in India. His works was closely attached to Indian history.
His inclinations and interests turned him early towards studying its archaeology and history. Smith was honored with the award of combination of the Order of Indian Empire and awarded doctorate by Dublin University in 1919. He died in Oxford on 6th February 1920. വിൻസെൻ്റ് ആദർ സ്മിത്ത് ഒരു ഐറിഷ് ഇൻഡോളജിസ്റ്റും കലാചരിത്രകാരനുമായിരുന്നു. 1848 ജൂൺ 3 ഡബ്ലിനിലാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹം ഗ്രേറ്റ് ബ്രിട്ടൻ്റെയും അയർലൻഡിൻ്റെയും യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായിരുന്നു. 1871 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സായ അദ്ദേഹം ഇന്ത്യയിലെ ഏകീകൃത പ്രവിശ്യകളിലേക്ക് നിയമിതനായി. അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇന്ത്യൻ ചരിത്രവുമായി അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും അദ്ദേഹത്തെ പുരാവസ്തു ഗവേഷണവും ചരിത്രവും പഠിക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിച്ചുവിട്ടു. 1919 ഡബ്ലിൻ സർവകലാശാലയിൽ നിന്ന് സ്മിത്തിനെ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഇന്ത്യൻ എംപയർ നൽകി ആദരിക്കുകയും ഡോക്ടറേറ്റ് നൽകുകയും ചെയ്തു. 1920 ഫെബ്രുവരി 16 അദ്ദേഹം ഓക്സ്ഫോർഡിൽ വെച്ച് അന്തരിച്ചു. His first publications appeared the Journal of Bengal Asiatic Society that dealt with the Bundelkhand and its popular songs, early inhabitations and history in 1875, 1877 and 1881. The typical examples of Vincent Smith's great men history was Akbar the Great Mughal 1542 to 1605 is a biography of Akbar. The great history of V.S. Smith played a vital role in history. The most important work, Akbar the Great Mughal 1540 to 1605, is a peculiar work of V.S. Smith. This book was focused on Akbar's religious beliefs and interests. This book traces Akbar's ancestry and early years, his accession to throne and his regency under Bairang Khan, his many conquests including Bihar, the Afghan kingdom of Bengal, Malwa, Gujarat, Kashmir, Sindh, parts of Orissa and parts of Deccan Plateau. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരണങ്ങൾ ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ ജേണലിൽ പ്രത്യക്ഷപ്പെട്ടു. 1875, 1877, 1877, 1881 വർഷങ്ങളിൽ ബുന്ദേൽഖണ്ഡും അതിലെ ജനപ്രിയ ഗാനങ്ങളും ആദ്യകാല നിവാസികളും ചരിത്രവും കൈകാര്യം ചെയ്തു. വിൻസെൻ്റ് സ്മിത്തിൻ്റെ മഹാപുരുഷന്മാരുടെ ചരിത്രത്തിന് പ്രധാനപ്പെട്ട ഉദാഹരണമായിരുന്നു മുഗൾ ചക്രവർത്തിയുടെ, അതായത് 1542 to 1605 വരെയുള്ള ചരിത്രം, അക്ബറിൻ്റെ ജീവചരിത്രം. അക്ബർ ദി ഗ്രേറ്റ് മുഗൾ 1542 to 1605 അത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിരുന്നു. ഈ പുസ്തകം അക്ബറിൻ്റെ മതപരമായ വിശ്വാസങ്ങളെയും താല്പര്യങ്ങളെയും കുറിച്ചുള്ളതായിരുന്നു. ഈ പുസ്തകം അക്ബറിൻ്റെ വംശപരമ്പരയും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ ആദ്യ വർഷങ്ങളും സിംഹാസനത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ പ്രവേശനവും ബൈറാം ഖാൻ്റെ കീഴിലുള്ള ഭരണവും ബീഹാർ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിൻ്റെ നിരവധി വിജയങ്ങളും രേഖപ്പെടുത്തുന്നുണ്ട്. ബംഗാൾ, മാൾവ, ഗുജറാത്ത്, കാശ്മീർ, സിന്ധ്, ഒറീസയുടെ ചില ഭാഗങ്ങൾ, ഡെക്കാൻ പീഠഭൂമിയുടെ ചില ഭാഗങ്ങൾ, അതുപോലെ പ്രദേശങ്ങളിലൊക്കെയുള്ള അക്ബറിൻ്റെ മുന്നേറ്റങ്ങളെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. The most important point was that the writing of history is closely associated with the culture and tradition. The central point was that history is written by a nation that represents its culture and indispensable features of Indian historiography since the second half of 19th century. The focal point was the nationalist historians tried to propagate nationalist feelings among the people. They were also raised the political weapon to eliminate foreign rule in India. Indological studies were considered as the blinding factor of Indian people and their sentiments. The nationalist thinking became a voice of educated Indians who started opposing the writings of British officials for disgracing the Indian culture and religion in the Western world. The central point was that British writers also tried to impose their own ideology and supremacy upon Indians. The Indian nationalists such as R.C. Majumdar, Dadabhai Navroji, Bala Gangadhar Tilak, Bipin Chandra Pal, Lala Lajpat Rai and others through their writings initiated third nationalist historiography in the real sense.
This approach was further developed by the scholars such as R.C. Majumdar, R.G. Pradhan, Pattabi Siddharamaiah, B.R. Nanda, etc. Many Indian nationalists like Navroji, Banerjee, Dutt, M.G. Ranade have tried to explain the Western impact of British rule. However, they have not presented the plight of Indian economy in a Marxist framework but a nationalist perspective. The Indian evolutionaries of second phase such as Bhagat Singh, Chandrasekhar Azad, Rajguru, Sukhdev, B.C. Vahora, J.N. Sanyal, Ajay Ghosh, Shiv Varma, മന്മഥ്നാഥ് ഗുപ്ത എക്സെട്ര. ചരിത്രരചന സംസ്കാരത്തോടും പാരമ്പര്യത്തോടും അടുത്ത ബന്ധമുള്ളതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പ്രതിനിധീകരിക്കുന്ന ചരിത്രമാണ് ഇത് ദേശീയവാദ ചരിത്രഘടന എന്നുള്ളത്. 19ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി ദേശീയവാദ ചരിത്രരചനയുടെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാലഘട്ടമാണ്. ദേശീയവാദ ചരിത്രകാരന്മാർക്കിടയിൽ ദേശീയ വികാരം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചത് ഇന്ത്യയിലെ വിദേശഭരണം ഇല്ലാതാക്കാനുള്ള രാഷ്ട്രീയ ആയുധമായിട്ട് ഉയർത്തി. പ്രത്യയശാസ്ത്ര പഠനങ്ങൾ ഇന്ത്യൻ ജനതയെയും അവരുടെ വികാരങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഘടകമായി കണക്കാക്കപ്പെട്ടു. പാശ്ചാത്യ ലോകത്ത് ഇന്ത്യൻ സംസ്കാരത്തെയും മതത്തെയും അപമാനിക്കുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ രചനകളെ എതിർക്കാൻ തുടങ്ങിയ വിദ്യാസമ്പന്നരായ ഇന്ത്യക്കാരുടെ ശബ്ദമായിട്ട് ദേശീയ ചിന്താഗതി മാറി. ബ്രിട്ടീഷ് ഇന്ത്യക്കാരും തങ്ങളുടെ സ്വന്തം പ്രത്യയശാസ്ത്രങ്ങളും മേൽക്കോയ്മകളും ഇന്ത്യക്കാരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകം. R.C. മജുംദാർ, ദാദാഭായ് നവറോജി, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാല ലജ്പത് റായ് തുടങ്ങിയ ഇന്ത്യൻ ദേശീയവാദികൾ അവരുടെ രചനകളിലൂടെ യഥാർത്ഥ അർത്ഥത്തിൽ ദേശീയവാദ ചരിത്രരചനയ്ക്ക് തുടക്കമിട്ടു. R.C. മജുംദാർ, R.G. പ്രധാൻ, പട്ടാഭി സീതാരാമയ്യ, B.R. നന്ദ എന്നീ പണ്ഡിതന്മാരാണ് ഈ ഒരു സമീപനത്തെ കൂടുതലായി വികസിപ്പിച്ചത്. നവറോജി, ബാനർജി, R.C. ദത്ത്, M.G. റാനഡെ തുടങ്ങിയ നിരവധി ഇന്ത്യൻ ദേശീയവാദികൾ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പാശ്ചാത്യ സ്വാധീനം വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നിരുന്നാലും അവർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ദയനീയാവസ്ഥയെ ഒരു മാർക്സിസ്റ്റ് ചട്ടക്കൂടിൽ അവതരിപ്പിച്ചിട്ടില്ല, മറിച്ച് ഒരു ദേശീയ കാഴ്ചപ്പാടിലാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. ശേഖർ തുടങ്ങിയവർ ഇന്ത്യൻ ചരിത്രത്തിലെ രണ്ടാം ഘട്ടത്തിലെ പരിണാമവാദികൾ അല്ലെങ്കിൽ വിപ്ലവവാദികളായിരുന്നു ആരെല്ലാം? ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, രാജ്ഗുരു, സുഖദേവ്, B.C. വഹോർ, അതുപോലെ J.N. സന്യാൽ, അജയ് ഘോഷ്, ശിവ് വർമ്മ, മന്മഥ്നാഥ് ഗുപ്ത എന്നിവരെല്ലാം തന്നെ. ഇനി നമുക്ക് K.P. ജയ്സ്വാളിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഹി വാസ് ബോൺ ഇൻ മിർസാപൂർ, നോർത്ത് വെസ്റ്റേൺ provinces and graduated from Allahabad University. Jaiswali was an Indian historian and lawyer. He was a champion of nationalist movement. He put forward the intellectual ideas and valuable contributions to nationalist historiography. He was regarded as one of the intellectual forces behind the nationalist movement. Jaiswal's work Hindu Polity 1980 and History of India 1933 and are classics of ancient Indian historical literature. He also played a vital role in excavating and restoring ancient sites, including the University of Nalanda in modern Bihar. He was also an expert in numismatics, and his discovery of several coins of Maurya and Gupta periods led to his being first Indian to invited to speak at Royal Asiatic Society of London in 1931. At the same historian R.C. Majumdar criticized his theories about the Gupta history. He was twice president of Numismatic Society of India and was awarded the degree of Doctor of Philosophy by Banaras Hindu University and Patna University. വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യകളിലെ മിർസാപൂരിൽ ജനിച്ച അദ്ദേഹം അലഹബാദ് സർവകലാശാലയിൽ നിന്ന് ബിരുദം നേടി. ഒരു ഇന്ത്യൻ ചരിത്രകാരനും അഭിഭാഷകനുമായിരുന്നു ജയ്സ്വാൾ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ചാമ്പ്യനായിരുന്നു അദ്ദേഹം. നാഷണലിസ്റ്റ് ചരിത്രരചനയ്ക്ക് അദ്ദേഹം ബൗദ്ധിക ആശയങ്ങളും വിലപ്പെട്ട സംഭാവനകളും മുന്നോട്ട് വെച്ചു. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പിന്നിലെ ബൗദ്ധിക ശക്തികളിൽ ഒരാളായി അദ്ദേഹം കണക്കാക്കപ്പെടുന്നു.
അദ്ദേഹത്തിൻ്റെ 1912 പ്രസിദ്ധീകരിച്ച ഹിന്ദു പോളിറ്റി, 1933 പ്രസിദ്ധീകരിച്ച ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്നിവ പുരാതന ഇന്ത്യൻ ചരിത്ര സാഹിത്യത്തിലെ ക്ലാസിക്കുകളായിട്ട് അറിയപ്പെടുന്നു. ആധുനിക ബീഹാറിലെ നളന്ദ സർവകലാശാല ഉൾപ്പെടെയുള്ള പുരാതന സ്ഥലങ്ങൾ കുഴിച്ചെടുക്കുന്നതിനും പുനഃസ്ഥാപിക്കുന്നതിനും അദ്ദേഹം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അദ്ദേഹം നാണയശാസ്ത്രത്തിലും വിദഗ്ധനായിരുന്നു. മൗര്യഗുപ്ത കാലഘട്ടത്തിലെ നിരവധി നാണയങ്ങൾ കണ്ടെടുത്തത് അദ്ദേഹമായിരുന്നു. 1931 ലണ്ടനിലെ റോയൽ ഏഷ്യാറ്റിക് സൊസൈറ്റിയിൽ സംസാരിക്കാൻ ക്ഷണിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനായിരുന്നു അദ്ദേഹം. നാണയശാസ്ത്ര വിദഗ്ധനായിരുന്നു. മൗര്യഗുപ്ത കാലഘട്ടത്തിലെ നാണയങ്ങൾ അദ്ദേഹം കണ്ടെത്തി. 2 തവണ നാണയശാസ്ത്ര സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡൻ്റായിരുന്ന അദ്ദേഹത്തിന് ബനാറസ് ഹിന്ദു സർവകലാശാലയും പട്ന സർവകലാശാലയും തത്വചിന്തയുടെ ഡോക്ടറേറ്റ് ബിരുദം നൽകിയിരുന്നു. ഇനി R.C. മജുംദാറെ കുറിച്ചാണ്. രമേശ് ചന്ദ്ര മജുംദാർ വാസ് എ ഹിസ്റ്റോറിയൻ ആൻഡ് പ്രൊഫസർ ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി കമ്മിങ് ഫ്രം Kayastha family. Majumdar was born in Kandapara on 4th December 1884. Majumdar began his teaching career as a lecturer at Dhaka Government Training College. Majumdar started his research on ancient India. He was widely travelled and wrote detailed histories of Chamba 1927, Suvarnadeepa 1929. He was also the president of the Asiatic Society 1966 to 68 and the Bangiya Sahitya Parishad. The most important work, The History and Culture of Indian People, was published in 1977. He taught Indian history in the University of Chicago and University of Pennsylvania. He was also the president of the Asiatic Society 1966 to 68. The central point was that he was the principal member of editorial committee, A History of the Freedom Struggle in India, but he left the government due to the conflict with the Education Minister Maulana Abul Kalam Azad on the Sepoy Mutiny and published his own book, The Sepoy Mutiny and the Revolt of 1857. രമേശ് ചന്ദ്ര മജുംദാർ ഒരു ചരിത്രകാരനും ഇന്ത്യൻ ചരിത്ര പ്രൊഫസറുമായിരുന്നു. കായസ്ഥ കുടുംബത്തിൽ നിന്നുള്ള മജുംദാർ 1884 ഡിസംബർ 4 ഗന്ദർപാറയിൽ ജനിച്ചു. മജുംദാർ ഡാക്ക ഗവൺമെൻറ് ട്രെയിനിങ് കോളേജിൽ അധ്യാപകനായാണ് തൻ്റെ അധ്യാപന ജീവിതം ആരംഭിച്ചത്. പുരാതന ഇന്ത്യയെക്കുറിച്ചുള്ള തൻ്റെ ഗവേഷണം ആരംഭിച്ചു. അദ്ദേഹം ഇന്ത്യ ഒട്ടുക്ക് യാത്ര ചെയ്യുകയും ചമ്പ 1927, സുവർണദ്വീപ് 1929 എന്നീ പുസ്തകങ്ങൾ എന്നിവിടെ വിശദമായ ചരിത്രങ്ങൾ എഴുതുകയും ചെയ്തു. ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെയും ബംഗീയ സാഹിത്യ പരിഷത്തിൻ്റെയും പ്രസിഡൻറ്റുമായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ ജനതയുടെ ചരിത്രവും സംസ്കാരവും എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കൃതി 1977 പ്രസിദ്ധീകരിച്ചു. ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലും പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലും അദ്ദേഹം ഇന്ത്യൻ ചരിത്രം പഠിപ്പിച്ചു. ഏഷ്യാറ്റിക് സൊസൈറ്റിയുടെ പ്രസിഡൻറ്റും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം രചിക്കുന്നതിനുള്ള എഡിറ്റോറിയൽ കമ്മിറ്റിയിലെ പ്രധാന അംഗവുമായിരുന്നു അദ്ദേഹം എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. സിപ്പായി ലഹളയെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി മൗലാന അബുൽ കലാം ആസാദുമായുള്ള സംഘർഷത്തെ തുടർന്ന് അദ്ദേഹം സർക്കാർ ജോലി ഉപേക്ഷിച്ചു. ഇനി R.C. ദത്തിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ദത്ത് വാസ് born into distinguished Bengali Kayastha family, well known for its members' literary and academic achievements. He entered the University of Calcutta Presidency College in 1864. He entered the Indian Civil Service as a magistrate of Alipur in 1871. He was a major economic historian of India of 19th century. Not only his thesis on deindustrialization of India remains powerful. Ramesh Chandra was a civil servant and economic historian. According to him, the Britishers were not interested in the development of Indian economy. However, he praised the Britishers for bringing into Indian modern civilization, peace, modern education, modern science and technology and so on. They had built up a strong and efficient administrative machinery and framed good laws.
For all this, that had high regards towards the British administration could not improve the material prosperity of Indian people. Rather, it had worsened gradually. Indian people became the victims of about the relative property. Famine was contributory cause of poverty in India, but there were another cause responsible for Indian poverty. സാഹിത്യപരവും അക്കാദമികവുമായ നേട്ടങ്ങൾക്ക് പേരുകേട്ട ഒരു വിശിഷ്ട ബംഗാളി കായസ്ഥ കുടുംബത്തിലാണ് ദത്ത് ജനിച്ചത്. 1864 അദ്ദേഹം കൽക്കട്ട യൂണിവേഴ്സിറ്റി പ്രസിഡൻസി കോളേജിൽ ചേർന്നു. 1871 ആലിപ്പൂർ മജിസ്ട്രേറ്റായി ഇന്ത്യൻ സിവിൽ സർവീസിൽ പ്രവേശിച്ചു. 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിലെ ഒരു പ്രധാന സാമ്പത്തിക ചരിത്രകാരനായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വ്യവസായവൽക്കരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രബന്ധം മാത്രമല്ല പ്രാധാന്യമർഹിക്കുന്നത്, ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനും സാമ്പത്തിക ചരിത്രകാരനുമായിരുന്നു എന്നതാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികാസത്തിൽ താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും ആധുനിക വിദ്യാഭ്യാസം, ആധുനിക നാഗരികത, സമാധാനം, ആധുനിക ശാസ്ത്രവും സാങ്കേതിക വിദ്യയും മറ്റും ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത് ബ്രിട്ടീഷുകാരാണെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അവർ ശക്തവും കാര്യക്ഷമവുമായ ഭരണ സംവിധാനം കെട്ടിപ്പടുക്കുകയും നല്ല നിയമങ്ങൾ രൂപപ്പെടുത്തുകയും ചെയ്തു. ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് ബ്രിട്ടീഷ് ഭരണത്തോട് വലിയ ബഹുമാനമുണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യൻ ജനതയുടെ ഭൗതിക അഭിവൃദ്ധി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നതിന് പകരം ആപേക്ഷിക സ്വത്തിൻ്റെ ഇരകളായി ഇന്ത്യൻ ആളുകളെ മാറ്റുകയാണ് ചെയ്തതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇന്ത്യൻ ദാരിദ്ര്യത്തിന് കാരണം ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ ക്ഷാമമാണ് ഇന്ത്യയിലെ ദാരിദ്ര്യത്തിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇതിന് മറ്റ് കാരണങ്ങളുമുണ്ട് എന്ന് അദ്ദേഹം സ്ഥാപിക്കുന്നു. ഇനി കെ.എ. നീലകണ്ഠ ശാസ്ത്രിയെക്കുറിച്ചാണ്. കെ.എ. നീലകണ്ഠ ശാസ്ത്രി വാസ് ബോൺ ഇൻ തെലുങ്കു നിയോഗ ബ്രാഹ്മൺ ഫാമിലി, കല്ലടൈ കുറിച്ചി നിയർ തിരുനെൽവേലി on 2nd August 1892. He was an Indian historian who wrote on South Indian history. Many of his books from the standard reference works on subject. He is regarded as the greatest and most prominent among professional historians of South India. Neelakantha Shastri was a recipient of the 3rd Indian Civilization Honor of Padma Bhushan. He is regarded as the greatest and most prolific among historians of South India. A history of South India from prehistoric times to fall of Vijayanagara is a book of history written by Indian historian. A history of South India is widely recognized as a classic and was the standard textbook in colleges of teaching South Indian history for over 4 decades. The first manuscript of a history of South India was completed in August 1947. Tamil historian A.R. Venkatachalapathy regards him as the most distinguished historian of 20th century. He was appointed as ex officio director of archaeology for the Mysore state in 1954. He was also the president of All India Oriental Conference in the early 1950s. 1892 ഓഗസ്റ്റ് 2 തിരുനെൽവേലിക്കടുത്തുള്ള കല്ലടൈ കുറിച്ചിയിൽ തെലുങ്കു നിയോഗ ബ്രാഹ്മണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചത്. ദക്ഷിണേന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് എഴുതിയ ഒരു ഇന്ത്യൻ ചരിത്രകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പല പുസ്തകങ്ങളും റഫറൻസ് പുസ്തകങ്ങളായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രൊഫഷണൽ ചരിത്രകാരന്മാരിൽ ഏറ്റവും മഹാനും പ്രമുഖനുമായിരുന്നു അദ്ദേഹം. അദ്ദേഹം 3ാമത്തെ ഇന്ത്യൻ സിവിലിയൻ ബഹുമതിയായ പത്മവിഭൂഷൻ്റെ ഒരു സ്വീകർത്താവായിരുന്നു. ദക്ഷിണേന്ത്യയിലെ ചരിത്രകാരന്മാരിലെ ഏറ്റവും മഹാനും പ്രഗത്ഭനുമായിരുന്നു അദ്ദേഹം. ദക്ഷിണേന്ത്യയുടെ ചരിത്രാതീതകാലം മുതൽ വിജയനഗരത്തിൻ്റെ പതനം വരെ എഴുതിയ അദ്ദേഹത്തിൻ്റെ ചരിത്ര ഗ്രന്ഥം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എ ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യ എന്ന ഈ ഒരു ഗ്രന്ഥത്തെ
ഒരു ക്ലാസിക്കായിട്ട് പരക്കെ അംഗീകരിക്കപ്പെടുകയും 4 പതിറ്റാണ്ടിലേറെയായി ദക്ഷിണേന്ത്യൻ ചരിത്രം പഠിപ്പിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട സോഴ്സായിട്ട് കോളേജുകളിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഇതിൻ്റെ ആദ്യത്തെ കയ്യെഴുത്ത് പ്രതി 1947 പൂർത്തിയായി. തമിഴ് ചരിത്രകാരനായ ഇദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വിശിഷ്ട ചരിത്രകാരനായിട്ട് കണക്കാക്കപ്പെടുന്നു. 1954 അദ്ദേഹം മൈസൂർ സംസ്ഥാനത്തിൻ്റെ പുരാവസ്തു വകുപ്പിൻ്റെ എക്സ് ഒഫീഷ്യോ ഡയറക്ടറായിട്ട് നിയമിതനായി. 1950കളുടെ തുടക്കത്തിൽ ഓൾ ഇന്ത്യ ഓറിയൻ്റൽ കോൺഫറൻസിൻ്റെ പ്രസിഡൻറ്റും അദ്ദേഹമായിരുന്നു. ഇനി ഇളംകുളം കുഞ്ഞൻപിള്ളയെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇളംകുളം കുഞ്ഞൻപിള്ള നോൺ ആസ് എളംകുളം വാസ് ആൻ ഇന്ത്യൻ ഹിസ്റ്റോറിയൻ. He was the champion of southern Indian history, Kerala history in particular. He was one of the major proponents of imperial state model in medieval Kerala history. Major portions of Elamkulam work was written in Malayalam with a few Tamil and English. He was also considered as one of the top authorities in Vatteluttu script and early Malayalam language. Most of the research findings published during his later years. He published more than 20 books in Malayalam, including one in Tamil and 2 in English. Pillai died on 4th March 1973. The central point was the major works of Elamkulam closely attached to Indian marital art, Northern Kalaripayattu. Some of the important work of Elamkulam Kunjanpillai include കേരളം 5-6 നൂറ്റാണ്ടുകളിൽ ജന്മി സമ്പ്രദായം കേരളത്തിൽ, കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഉണ്ണുനീലി സന്ദേശം, ലീലാതിലകം. One of the major research of Elamkulam Kunjanpillai concerned the historical details behind the origin of Indian marital art, Northern Kalaripayattu. He had put forward his reasoning, established the fact that his form of art, which was to practiced in Kerala, originated in 11th century AD during the works of historical legends like Tippu Sultan. The work of Elamkulam Kunjanpillai have been well preserved in libraries. The modern day historians like K. Shivashankaran Nair depends on the path shown by Elamkulam Kunjanpillai to work on the history of Kerala. ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയൻ ആയിരുന്നു. ദക്ഷിണേന്ത്യൻ ചരിത്രത്തിൻ്റെ, പ്രത്യേകിച്ച് കേരള ചരിത്രത്തിൻ്റെ ചാമ്പ്യനായിരുന്നു അദ്ദേഹം. മധ്യകാല കേരള ചരിത്രത്തിലെ സാമ്രാജ്യത്വ മാതൃകകളുടെ പ്രധാന വക്താവായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രധാന ഭാഗങ്ങൾ മലയാളത്തിലും കുറച്ച് തമിഴിലും ഇംഗ്ലീഷിലും എഴുതിയിട്ടുണ്ട്. വട്ടെഴുത്ത് ലിപിയിലും ആദ്യകാല മലയാള ഭാഷയിലും ഉന്നത അധികാരികളിൽ ഒരാളായും അദ്ദേഹം അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ മിക്ക ഗവേഷണ കണ്ടെത്തലുകളും അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. തമിഴിലൊന്നും ഇംഗ്ലീഷിൽ 2 ഉൾപ്പെട്ട 20-ലധികം പുസ്തകങ്ങൾ അദ്ദേഹം മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചു. 1973 മാർച്ച് 4 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഇന്ത്യൻ വൈവാഹിക കലയായ വടക്കൻ കളരിപ്പയറ്റുമായി അടുത്ത ബന്ധം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. അദ്ദേഹത്തിൻ്റെ കൃതികളിലെ ആഘോഷം കേരളത്തിലെ കേരള ഭാഷയുടെ വികാസ പരിണാമങ്ങൾ, ഉന്നനീലി സന്ദേശം, ലീലാതിലകം എന്നിവ ഉൾപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളിലൊന്നാണ് ഇന്ത്യൻ വൈവാഹിക കലയായ വടക്കൻ കളരിപ്പയറ്റിൻ്റെ ഉത്ഭവത്തിന് പിന്നിലെ ചരിത്രപരമായ വിശദാംശങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം. കേരളത്തിൽ വ്യാപകമായി പ്രയോഗിക്കപ്പെടേണ്ട ഈ കലാരൂപം AD 11-ാം നൂറ്റാണ്ടിലെ ചോളരും ചേരന്മാരും തമ്മിൽ യുദ്ധകാലത്ത് ഉടലെടുത്തതാണെന്ന വസ്തുത സ്ഥാപിക്കാൻ അദ്ദേഹം തൻ്റെ ന്യായങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗവേഷണ പഠനങ്ങൾ ടിപ്പു സുൽത്താനെ പോലുള്ള ചരിത്ര ഇതിഹാസങ്ങളുടെ കൃതികളെക്കുറിച്ചും ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ കൃതികൾ എന്നും നമ്മുടെ ഗ്രന്ഥശാലകളിൽ സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. K. ശിവശങ്കരൻ നായരെ പോലുള്ള ആധുനികകാല ചരിത്രകാരന്മാർ കേരളത്തിൻ്റെ ചരിത്രത്തിൽ പ്രവർത്തിക്കാൻ അദ്ദേഹം എളംകുളം കുഞ്ഞൻപിള്ള കാണിച്ചു തന്ന പാതയെ ആശ്രയിച്ചിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയാണ് നമുക്ക് 2ാമത്തെ മൊഡ്യൂളിൽ പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളിൻ്റെ പേര് ക്രിട്ടിക് ഓഫ് പാരഡിഗ്ംസ് എന്നുള്ളതാണ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.